നമ്മൾ ഈ രീതിയിൽ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഇത് അവസാനം അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ നിക്ഷേപം ഉണ്ടാകുന്ന രീതിയിലെ ട്രംപ് ഒരു കരാറിൽ അത് കൊണ്ടുവരും എന്നുള്ള ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. എസ്കെൻ ഈ യുദ്ധനാശനഷ്ടങ്ങൾക്ക് പരിഹാരമായി $400 ബില്യൺ നൽകണമെന്നായിരുന്നു ഇറാൻ ആദ്യം അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം അമേരിക്ക തള്ളിയതോടെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു സാമ്പത്തിക പിന്തുണ, ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന നിലയ്ക്ക് ഒരു ഫണ്ട് രൂപീകരിക്കാനുള്ള ഒരു ആശയം ഉയർന്നു വന്നത്. ഇറാനിലേക്ക് വൻതോതിൽ നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി $300 ബില്യൺ, അതായത് ഏകദേശം 25 ലക്ഷം കോടി രൂപയുടെ ഒരു സ്വകാര്യ ഫണ്ട് രൂപീകരിക്കാനാണ് ഈ കരാറിലെ ഒരു പ്രധാന നിർദ്ദേശം. ഇതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്, റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫണ്ട് എന്നാണ് ഇതിന്റെ പേര്. ഇത് തികച്ചും ഒരു പ്രൈവറ്റ് നിക്ഷേപ ഫണ്ടായിരിക്കും. ഇതിൽ യാതൊരുവിധ സർക്കാർ ഫണ്ടുകളോ അല്ലെങ്കിൽ ഗ്രാന്റുകളോ ഒന്നും ഉൾപ്പെടില്ല. അമേരിക്ക, ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ തന്നെ ഏഷ്യ, മറ്റ് അങ്ങനെയുള്ള ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മുൻനിര കമ്പനികൾ ഈ ഫണ്ടിലേക്ക് നിക്ഷേപം നടത്തുവാൻ ഇതിനോടകം സമ്മതിച്ചു കഴിഞ്ഞതായിട്ട് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത് റോയിട്ടേഴ്സ് ആണ്. ഫണ്ടിലേക്കുള്ള പകുതിയിലധികം തുകയും ഈ വിവിധ സോഴ്സുകളിൽ നിന്ന് ഇതിനോടകം ഉറപ്പായി ഉള്ളതായിട്ടാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് യുദ്ധ നഷ്ടപരിഹാരത്തിനോ അല്ലെ ഇറാന്റെ പുനർനിർമ്മാണത്തിനോ വേണ്ടിയല്ല, മറിച്ച് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ എനർജി, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെയുള്ള മേഖലകളിലായിരിക്കും ഈ കമ്പനികൾ നിക്ഷേപിക്കുക. എസ്കൻ അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഈ കരാറിന്റെ രൂപം ഇസ്രായേലിനെ കാണിക്കാത്തതിലുള്ള അതൃപ്തി അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാകുമായിരുന്നില്ലെന്നാണ് ഇന്ന് ഫ്രാൻസിൽ G7 യോഗത്തില് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അത് മാത്രമല്ല, മറ്റേത് പ്രസിഡന്റും ചെയ്യാത്ത കാര്യങ്ങൾ ഇസ്രായേലിന് താൻ ചെയ്തു കൊടുത്തു എന്നും പറയുന്നു. മെസ്സിയുടെ കളി നടക്കുകയാണ്. ഇവിടെയും ഫുട്ബോൾ ആവേശമായിരുന്നു. മെറ്റ് ലൈഫില് ഇന്ന് ഫ്രാൻസും അതുപോലെ സെനഗലും തമ്മിലുള്ള മത്സരം കഴിഞ്ഞപ്പോൾ ഫിഫ നമുക്കൊരു സമ്മാനവും തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ സമ്മാനം. എസ്കേൻ ഇതിന്റെ പകുതി എസ്കേന് കിട്ടും, പകുതി ഞാൻ വയ്ക്കും. അത് എന്തോന്ന് പറഞ്ഞില്ലല്ലോ, ആവശ്യമില്ലാത്തതാണ് എനിക്ക് വേണ്ട, മധു തന്നെ കൈവച്ചേരെ. അല്പം ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിൽ. എങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് മൊത്തമായിട്ട് കൊടുത്തേരെ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു മധു.